ജനുവരി 31 വിശുദ്ധ ഡോൺ ബോസ്കോ. വിശുദ്ധ ഡോൺ ബോസ്കോ എന്ന പേരിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ജോൺ ബോസ്കോ ജനിച്ചത് 1815 ഓഗസ്റ്റ് 15 ഇറ്റലിയിലെ പ്രസിദ്ധ വ്യവസായ നഗരമായ ടൂറിനടുത്തുള്ള പീഡ്മോണ്ട് ഗ്രാമത്തിലാണ്. ജോണിന് 2 വയസ്സായപ്പോൾ പിതാവ് ഫ്രാൻസിസ് ബോസ്കോ അന്തരിച്ചു. പിന്നീട് മാതാവ് മാർഗരറ്റാണ് കൂലിപ്പണി ചെയ്ത് ജോണിനെയും സഹോദരനെയും വളർത്തിക്കൊണ്ടുവന്നത്. ജോണിന് 9 വയസ്സായപ്പോൾ പരസ്പരം വഴക്കുണ്ടാക്കി പോരടിക്കുന്ന ഒരു പറ്റം തെരുവ് കുട്ടികളുടെ നടുവിൽ അകപ്പെട്ടുപോയി. ന്യായവാദങ്ങൾ കൊണ്ട് അവരെ സമാധാനിപ്പിക്കാൻ ജോൺ ആവുന്നത്ര ശ്രമിച്ചു നോക്കി. അതിൽ നിന്ന് ഒരു പ്രയോജനവും ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയ ജോൺ അവസാനം മുഷ്ടിപ്രയോഗത്താൽ അവരെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു തുടങ്ങി. അപ്പോൾ അപരിചിതയും സുന്ദരിയുമായ ഒരു സ്ത്രീ അവിടെ വന്ന് ജോണിനെ നോക്കി പറഞ്ഞു, മൃദുവായി മാത്രം നീ ഒരു ഇടയന്റെ വടി കയ്യിലെടുത്ത് ഇവരെ മേച്ചിൽ പുറത്തേക്ക് നയിക്കുക. ജോണിന് സ്വപ്നത്തിലുണ്ടായതാണ് ഈ കാഴ്ചയും സംസാരവും അനുഭവവും. ഇത് യാഥാർത്ഥ്യമാകുമെന്ന് അന്ന് ജോണിന് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഇത് കേവലം ഒരു സ്വപ്നമായി തിരസ്കൃതമായില്ല. ജോൺ ബോസ്കോയുടെ ജീവിതത്തെ മഹത്തായ ഒരു ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടാൻ ഇദ്ദേഹത്തിന് പ്രചോദനം കൊടുത്തു. തൻ്റെ മകൻ ഒരു വൈദികനാകുമെന്നായിരുന്നു ജോണിന്റെ അമ്മ ഈ സ്വപ്നത്തിന് കൊടുത്ത വ്യാഖ്യാനം. ജോൺ കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളെ ആകർഷിക്കാൻ പറ്റിയ പല കളികളും അഭ്യസിച്ചിരുന്നു. അമ്മാനമട്ടം, കൈയടക്കം കളി, ഞാണിന്മേൽ കയ്യേറ്റം മുതലായ പല കളികളും ജോൺ പരിശീലിച്ചിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ചെറുപ്പത്തിൽ പഠനം നടത്തിയിരുന്നത്. ജ്യേഷ്ഠൻ ആന്റണിക്ക് അനുജന്റെ വായനയും പഠനവും ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇടവക വികാരി ജോസഫ് കഫാസോ ഡോണിന്റെ പഠനത്തിന് സഹായിച്ചിരുന്നു. വേണ്ട പഠനത്തിന് ശേഷം 16-ാമത്തെ വയസ്സിൽ ജോൺ സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം തുടങ്ങി. അഭ്യുദയകാംക്ഷികളായ പലരും അദ്ദേഹത്തിന്റെ പഠനത്തിനും നിത്യച്ചെലവിനും വേണ്ടി ഉദാരമായി സഹായിച്ചിരുന്നു. തുടർന്ന് ടൂറിനിലെ വൈദിക വിദ്യാപീഠത്തിൽ നിന്ന് ഉപരി പഠനവും കഴിഞ്ഞ് 1841 ജൂലൈ 5-ാം തീയതി ജോൺ ബോസ്കോ വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടു. തനിക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചിരുന്ന പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഡോൺ ബോസ്കോ അതിനുവേണ്ടി പരിശ്രമിച്ചു തുടങ്ങി. ആദ്യം അദ്ദേഹം തുടങ്ങിയത് കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനും കളിക്കാനും സൗകര്യമുള്ള ഒരു അഭയ കേന്ദ്രമായിരുന്നു. കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അവരുടെ കോലാഹലം അയൽവാസികൾക്ക് അരോചകമായി തീർന്നു. അതുകൊണ്ട് ഈ ബാലമന്ദിരം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ അദ്ദേഹം നിർബന്ധിതനായി. അതിന്റെ ഫലമായി ടൂറിനിൽ തന്നെ ഒഴിഞ്ഞുകിടന്ന ഒരു പണിശാല വാടകയ്ക്കെടുത്തു. കുട്ടികളെ അവിടെ താമസിപ്പിച്ചു. ക്രമേണ കുട്ടികളുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചപ്പോൾ സമീപ സ്ഥലങ്ങളിൽ കൂടുതൽ അഭയഭവനങ്ങൾ ഡോൺ ബോസ്കോ തുറന്ന് പ്രവർത്തനമാരംഭിച്ചു. സന്മനസ്സുള്ള പലരും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ കൊടുത്തു. ഡോൺ ബോസ്കോയുടെ മാതാവും സഹായത്തിനുണ്ടായിരുന്നു. ബാലഭവനങ്ങളിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഭാവിയിൽ സ്വയം പര്യാപ്തതയും പൗരത്വ ബോധവും ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന പല പദ്ധതികളും അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിപാടികളിൽ ഇടം പിടിച്ചിരുന്നു. ഓരോ കുട്ടിയുടെയും നൈസർഗിക കഴിവുകൾ വളർത്തിയെടുക്കാൻ കഴിവുള്ള വിദ്യാഭ്യാസമാണ് അവർക്ക് കൊടുത്തിരുന്നത്. അതിനു വേണ്ട അധ്യാപകരെയും അദ്ദേഹം നിയോഗിച്ചിരുന്നു. വിവിധ സാങ്കേതിക വിഷയങ്ങൾ പഠിച്ചാണ് അവർ പുറത്തേക്ക് പോയിരുന്നത്. കുട്ടികളുടെ ആധ്യാത്മിക പരിശീലനത്തിന് ഒരു നല്ല ദേവാലയവും അതിനോട് ചേർന്ന് സാങ്കേതിക വിദ്യാപരിശീലന കേന്ദ്രങ്ങളും അദ്ദേഹം പണി കഴിപ്പിച്ചു. ധാരാളം നല്ല മനുഷ്യർ ഇതിനെല്ലാം സഹായവും സാമ്പത്തിക പിന്തുണയും നൽകിയിരുന്നു. കുട്ടികൾ വായിക്കാനും എഴുതാനും പഠിക്കുന്നതിനോടൊപ്പം ഏതെങ്കിലും തൊഴിലും പരിശീലിച്ചു പോന്നു. ശാരീരികമായ ശിക്ഷാരീതികൾ പരിപൂർണമായി ഡോൺ ബോസ്കോ തന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. പെൺകുട്ടികൾക്ക് വേണ്ടി മാർച്ചസാഡി ബറോള എന്ന ഒരു മഹതി നടത്തിയിരുന്ന ഒരു അനാഥശാലയുടെ
നിയന്താവായിട്ടാണ് അദ്ദേഹം ആ രംഗത്ത് പ്രവർത്തനം തുടങ്ങിയത്. 1856 നൂറുകണക്കിന് യുവജനങ്ങൾക്ക് പരിശീലനം നൽകുവാൻ കഴിയുന്ന ഒരു അച്ചടിശാല ഉൾപ്പെടെ 4 സാങ്കേതിക സ്ഥാപനങ്ങളും 500ഓളം കുട്ടികൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു അനാഥശാലയും ഡോൺ ബോസ്കോയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്നു. അവിടെ അന്തേവാസികളെ മാനവിക വിഷയങ്ങൾ പഠിപ്പിക്കാൻ ഏതാനും യുവ വൈദികരും മുന്നോട്ട് വന്നു. എന്നാൽ അശിക്ഷിതരും തനിഷ്ടക്കാരുമായ യുവജനങ്ങളോട് ഇടപെട്ട് തങ്ങളുടെ ജോലിയിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയാതെ വന്നപ്പോൾ ഒരാൾ ഒഴികെ എല്ലാവരും രംഗം വിട്ടുപോയി. 1884 ജനുവരി 26 ജോൺ ബോസ്കോ സൽസേഷ്യൻ സഭ ടൂറിനിൽ സ്ഥാപിച്ചു. അതിന്റെ സംരക്ഷകരും മധ്യസ്ഥരുമായി അദ്ദേഹം തിരഞ്ഞെടുത്തത് ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ മറിയത്തെയും വിശുദ്ധ ഫ്രാൻസിസ് സാലസിനെയുമാണ്. അങ്ങനെയാണ് ഡോൺ ബോസ്കോയുടെ സഭയ്ക്ക് സലേഷ്യൻ സഭ എന്ന് പേര് കിട്ടിയത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പെൺകുട്ടികൾക്കും ഉപകാരപ്രദമായി തീരാൻ വേണ്ടി വിശുദ്ധ മേരി മസരല്ലയുമായി സഹകരിച്ച് അദ്ദേഹം 1872 സ്ഥാപിച്ച സഭയാണ് ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ മറിയത്തിന്റെ പുത്രിമാർ എന്ന സ്ഥാപനം. ഡോൺ ബോസ്കോ തന്റെ ശിഷ്യഗണങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി അവിടെ ഇടം കണ്ടിരുന്നു. അവർ അദ്ദേഹത്തെ വിശുദ്ധനായി കണ്ട് സ്നേഹിച്ചിരുന്നു. അത് അക്കാലത്തെ തടവ് പുള്ളികളിൽ വരെ സ്വാധീനം ചെലുത്തി. ജയിൽ അധികാരികൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരു ദിവസം 30 തടവുകാരെ ഒരു ദിവസത്തെ വിനോദയാത്രയ്ക്ക് വേണ്ടി അയക്കാൻ തയ്യാറായി. ഒരു പോലീസും കാവലിനും കൂടെ വന്നില്ല. അവരെ അദ്ദേഹം സുരക്ഷിതരായി തിരിച്ചെത്തി. 1886 ഡിസംബർ 11 അദ്ദേഹം അവസാനമായി ബലിയർപ്പിച്ചു. പിന്നീട് അദ്ദേഹം തളർവാദം പിടിച്ച് കിടപ്പിലായി. 2 കൊല്ലത്തിന് ശേഷം 1888 ജനുവരി 31 രാവിലെ 4:45 72 വയസ്സിൽ വിശുദ്ധ ഡോൺ ബോസ്കോ ദിവംഗതനായി. പിയൂസ് 11 മാർപ്പാപ്പ 1929 ജൂൺ 2 അദ്ദേഹത്തിന് വാഴ്ത്തപ്പെട്ടവനായും 1934 ഏപ്രിൽ 1 വിശുദ്ധനായും പ്രഖ്യാപിച്ചു. പിയൂസ് മാർപ്പാപ്പയുടെ അഭിപ്രായത്തിൽ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിൽ അതിസ്വാഭാവികമായത് സ്വാഭാവികവും അസാധാരണമായത് സാധാരണവുമായിരുന്നു. ഡോൺ ബോസ്കോ മരിക്കുമ്പോൾ 76 അംഗങ്ങളാണ് സഭയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 1975 അദ്ദേഹത്തിന്റെ മക്കൾ 72 രാജ്യങ്ങളിലായി 30,000-ഓളം എത്തിയിരുന്നു. വിചിന്തനം: നിങ്ങൾക്ക് കഴിവുള്ളത് മുഴുവനും ചെയ്യുക, ശേഷം ദൈവവും ദൈവമാതാവും കൂടി ചെയ്തുകൊള്ളും. ഡോൺ ബോസ്കോ.